ഒരു വേർപിരിയൽ, ഒരു എക്സ്റ്റൻഷൻ, ഒരു സൈനിങ്. ബംഗളൂരു എഫ് സിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകളാണ് ഇത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ആദ്യം നമുക്ക് വേർപിരിയലിനെ പറ്റി തന്നെ സംസാരിച്ച് തുടങ്ങാം. ഹാവി ഹെർണാണ്ടസ് എന്ന് പറയുന്ന അവരുടെ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ബംഗളൂരു എഫ് സി ആയിട്ട് വേർപിരിയുന്നത് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ 2 സീസണായിട്ടാണ് അവർ ബി എഫ് സിയിൽ അദ്ദേഹം കളിച്ചു വരുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 53 മത്സരങ്ങൾ, 15 ഗോൾ, 5 അസിസ്റ്റ് അങ്ങനെയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നല്ലൊരു സെറ്റ് പീസ് ടേക്കറാണ്. സെറ്റ് പീസസിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ലോങ് റേഞ്ച് ഗോൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെയുള്ളൊരു കേപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. മാത്രമല്ല അദ്ദേഹം മുമ്പ് ISL കളിച്ചിരുന്നു. അദ്ദേഹം ATKയിലൂടെയാണ് വരുന്നത്. പിന്നീട് ATK മോഹൻ ബഗാൻ, ഒഡീഷ FC തുടങ്ങിയ ക്ലബ്സിലേക്ക് കളിച്ച ശേഷമാണ് PSCയിലേക്ക് വരുന്നത്. സ്റ്റിൽ അദ്ദേഹത്തിന് 34 വയസ്സേ ആയിട്ടുള്ളൂ. എന്താണെങ്കിലും ISL മറ്റ് ക്ലബ്ബുകൾക്കൊക്കെ ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളൊരു പ്ലെയർ തന്നെയാണ്. ഒരു 1-2 വർഷം എന്താണെങ്കിലും ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഇനിയും കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അവർ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്ന പ്ലെയർ, അതും ഒരു ഫോറിൻ താരം തന്നെയാണ്. റയാൻ വില്യംസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിന് ചില ഇന്ത്യൻ കണക്ഷൻസും ഒക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ഒരു റൈറ്റ് മിഡ്ഫീൽഡർ എന്ന നിലയിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡായിട്ടുമൊക്കെ കളിക്കുന്ന ഒരു പ്ലെയറാണ്. നല്ലൊരു ഹൈപ്പിൽ വന്ന പ്ലെയറാണ്. പക്ഷേ ആ ഒരു ഹൈപ്പിനൊത്ത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. 3 ഗോളുകളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ പറയാൻ പറ്റുന്നത്. എനിവേ അദ്ദേഹത്തിനൊരു 2 വർഷത്തെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് PSC കൊടുത്തിരിക്കുന്നത്. എന്താണ് PSCയുടെ ഒരു പ്ലാൻ, എങ്ങനെ ഇദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉറപ്പായിട്ട് നോക്കി കാണാം. ഇനി അവർ പുതുതായിട്ട് സൈൻ ചെയ്യുന്ന താരം മുഹമ്മദ് സലാ എന്ന് പറയുന്ന പഞ്ചാബ് എഫ് സിയുടെ മലയാളി ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു താരമാണ്. 29 വയസ്സുകാരനായിട്ടുള്ള ഒരു പ്ലെയർ. ലാസ്റ്റ് സീസണിൽ ഏതാണ്ട് 13 മത്സരങ്ങളാണ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഏതാണ്ട് കുറേയൊക്കെ മത്സരത്തിൽ അദ്ദേഹം ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ പഞ്ചാബ് എഫ് സിക്കൊപ്പം കളിച്ചാണ്. അദ്ദേഹം I ലീഗിലായിരുന്ന സമയത്തും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചോയ്സ് പഞ്ചാബ് എഫ് സിയുടെ ഒരു LB തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. എനിവേ ഇദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ക്ലബ്സിൽ നിന്നൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇയർ ഡീലിൽ ബംഗളൂരു എഫ് സിയിൽ താരം സൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം IFTWC, 90 സ്റ്റോപ്പേജൊക്കെ അടക്കമുള്ള വിവിധ മാധ്യമങ്ങളൊക്കെ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടും എന്നുള്ളത് നോക്കിക്കാണും. കാരണം ആ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നോക്കിയാൽ റോഷനും ജസലും ഒക്കെ അടങ്ങുന്ന പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഇവൻ റോഷൻ കഴിഞ്ഞ സീസണിലൊക്കെ റൈറ്റിൽ കളിച്ചിരുന്നു, ജസൽ ലെഫ്റ്റ് കളിക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ രാഹുൽ ബേക്കയൊക്കെ റൈറ്റ് ബാക്കിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും മോസലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് 11ലേക്ക് ഒരു സ്റ്റാർട്ട് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 11ൽ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നന്നായിട്ട് ഈ പറയുന്ന പ്ലേയേഴ്സൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് PFCയുടെ ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചത് പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പാടും കമ്പൽസറി ആയിരിക്കും. ഞാൻ സനിയ.